സോ നമ്മുടെ നിന്നുള്ളത് ബോട്ട് Airdops 131 ആണ്. അതുപോലെ തന്നെ ഇതിനകത്തിലെ ഒരു സൈഡ് കേൾക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ബോക്സിനകത്തിലെ ലൈറ്റ് എന്തിനു വേണ്ടിയാണ്? ഇതുപോലത്തെ കുറേ അധികം പ്രശ്നങ്ങൾക്കും ക്വസ്റ്റ്യൻസിനും ആൻസർ ആണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. ഇതൊരു Q&A വീഡിയോ ആണ്. ബോട്ട് Airdops 131 Q&A വീഡിയോ ആണ്. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ആണ് ഇപ്പോൾ തന്നെ മസ്റ്റ് ബി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫസ്റ്റ് ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഒരു കേസിനകത്ത് നമ്മുടെ Airdops ഇട്ടതിന് ശേഷം ചാർജ് ആകാതിരിക്കുക. സോ അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഷോർട്ട് വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ബ്രോ കോൾ ചെയ്യാനും ഗെയിം കളിക്കാനും ഒന്നുമല്ല, നമുക്ക് സാധാരണയുള്ള ഇൻസ്റ്റാ റീൽസ് കാണാനും യൂട്യൂബ് വീഡിയോസ് കാണാനും ഒക്കെ ഈ ഒരു Airdops നല്ലതാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു Airdops തന്നെയാണ്. ഈ ഒരു പറയുന്ന പോലെ തന്നെ ഇൻസ്റ്റാ റീൽസ് യൂട്യൂബ് റീൽസും ഒക്കെ കാണാൻ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയും അത്യാവശ്യം നല്ലൊരു ബാസും ഒക്കെ ഈ ഒരു Airdopsൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് അറ്റ് എ ടൈം ബ്ലൂടൂത്ത് 2 ഡിവൈസ് കണക്ട് ആകാൻ പറ്റുമോ എന്നാണ്. ഈ ഒരു Airdops നമുക്ക് ഒരൊറ്റ ഡിവൈസിൽ ഒറ്റ ടൈമിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, 2 ഡിവൈസിൽ അറ്റ് എ ടൈമിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ചാർജ് ഫുൾ ആകുമ്പോൾ ഇൻഡിക്കേഷൻ ഓഫ് ആകുമോ എന്ന്. ഇതിന് ആൻസറും നോ ആണ്. നമ്മൾ എത്രത്തോളം ടൈമിൽ ആ ഒരു ചാർജിന് ഇടുന്നോ അന്നേരം വരെ ആ ലൈറ്റ് ഇൻഡിക്കേഷൻ ലൈറ്റ് കാണും. അത് എപ്പോൾ നമ്മൾ പ്ലഗ് ഔട്ട് ചെയ്യുന്നു അന്നേരം മാത്രമേ LED ലൈറ്റ് ഓഫ് ആകത്തുള്ളൂ. സോ സെയിം ആയിട്ടൊരു ക്വസ്റ്റൻ പിന്നെ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ട്, ബ്രോ കേസ് ചാർജ് ചെയ്യുന്ന ടൈമിൽ LED ലൈറ്റ് ഓഫ് ആകുമോ ചാർജ് ഫുൾ ആയി കഴിഞ്ഞാലോ? എനിക്ക് പറയാനുള്ളത് എപ്പോഴാണ് നമ്മൾ ചാർജ് പ്ലഗ് ഔട്ട് ചെയ്യുന്നത് അന്നേരം മാത്രമേ നമ്മുടെ LED ലൈറ്റ് ഓഫ് ആകത്തുള്ളൂ, അതല്ലെങ്കിൽ LED ലൈറ്റ് ഫുൾ ഓൺ ആയി കിടക്കും. സോ നെക്സ്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, ഇത് ഗെയിമിന് സെറ്റ് ആകുമോ? ഇല്ല എന്നാണ് പറയാനുള്ളത്. കാരണം ഇതൊരു ഗെയിമിംഗ് ഇയർബഡ്സ് അല്ല, അതുപോലെ തന്നെ ഇത് ഗെയിമിനായിട്ട് ഒത്തിരി സ്യൂട്ട് അല്ല. ഗെയിം കളിക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ ലാഗും ഡിലേ ഉണ്ടാവുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റിന് ആൻസർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മസ്റ്റ് ബി സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് ചോദിച്ചിട്ടൊരു ക്വസ്റ്റൻ ആണ്, എൻ്റെ റൈറ്റ് ഇയർബഡ്സ് കോൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഹീറ്റ് ആവുന്നു, അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് എന്തെങ്കിലും കമ്പോണൻസിൻ്റെ പ്രോബ്ലം ആയിരിക്കും. അത് മാറാനായിട്ട് നിങ്ങൾ ഒന്നുകിൽ കേസിനകത്തിട്ട് സൈഡിലെ ഇയർബഡ്സ് ആണെങ്കിൽ അത് ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അത് ചാർജ് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇയർബഡ്സ് റീസെറ്റ് ചെയ്ത് നോക്കുക. റീസെറ്റ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന വാറണ്ടി പീരീഡ് ഉണ്ടെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ബ്രോ നല്ല ബാസ് ഉണ്ടോ ഇതിന്? നല്ലൊരു ബാസ് ഇതൊന്നും ലഭിക്കത്തില്ല, അത്യാവശ്യം നോർമലൈസ് ആയിട്ടുള്ള ഒരു ബാസ് ആണ് ലഭിക്കുന്നത്. അതിന് വോക്കൽ ക്ലാരിറ്റി ഒക്കെ അത്യാവശ്യം നോർമലൈസ് ആയിട്ടുള്ള ഒരു വോക്കൽ ക്ലാരിറ്റിയാണ്. സോ നെക്സ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്, ബ്രോ 131 ആണോ 161 ആണോ ബെസ്റ്റ് എന്ന് പറയുന്നത്? സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 161 ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും, അതുപോലെ തന്നെ എത്ര മണിക്കൂർ ചാർജ് ആകുമെന്നാണ്. സോ ഏകദേശം ഒരു 1.5 മണിക്കൂർ മാക്സിമം എടുക്കുന്നുണ്ട് ചാർജ് ആകാൻ, ഫുൾ ആകാൻ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ഒന്നും ആവത്തില്ല, നമ്മൾ എത്രത്തോളം അത് ചാർജിന് ഇടുന്നോ അതനുസരിച്ച് ഇങ്ങനെ ചാർജ് ഓടിക്കൊണ്ടിരിക്കും. പ്ലഗ് ഔട്ട് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ബ്രോ ഈ ചാർജ് കയറാത്തത് എങ്ങനെ മനസ്സിലാക്കാം? കേസിനകത്താണെങ്കിൽ നമുക്ക് പ്ലഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കാം. അതല്ലാതെ ബഡ്സ് ആണെങ്കിൽ ബഡ്സ് നമ്മുടെ ഇയർബഡ്സിനകത്ത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ബോക്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റൈറ്റിലോ അല്ലെങ്കിൽ ലെഫ്റ്റിലോ ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ മനസ്സിലാക്കും നിങ്ങൾക്ക് നമ്മുടെ ഒരു ചാർജ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ഇപ്പോഴും ഗുഡ് കണ്ടീഷൻ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇതിൽ നിന്ന് വന്നിട്ടില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ഇത് കവർ ചെയ്യാൻ ബഡ്സ് ഇല്ലല്ലോ, വേറെ ബഡ്സ് ഇതിൽ വെക്കാൻ പറ്റുമോ എന്നാണ്. ഇതൊരു Airdops ആണ്, അതുപോലെ ഇയർബഡ്സ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇയർബഡ്സ് ഒന്നും അല്ലെങ്കിൽ ഇയർ ടിപ്സിനകത്ത് എക്സ്ട്രാ വെക്കാൻ സാധിക്കുന്നതല്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ഒരെണ്ണം കേൾക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഒന്നെങ്കിൽ റീസെറ്റ് ചെയ്ത് നോക്കുക, അതിനുശേഷം കേസിനകത്ത് ഇട്ട് ആ ഒരു ബഡ്സ് ചാർജ് ആവുന്നുണ്ടോ നോക്കുക. ഇത് രണ്ടും ചെയ്തിട്ടോ അനക്കം ഇല്ല എങ്കിൽ നിങ്ങൾ നേരെ വാറണ്ടി ക്ലെയിം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. സോ മറ്റൊരു ബ്രോ നെക്സ്റ്റ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഇതിന്റെ ചാർജിങ്ങിന്റെ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതെന്തിനാണ്? ചാർജിങ്ങിന്റെ സൈഡിലല്ല, നമ്മുടെ ഇയർബഡ്സിന്റെ അകത്ത് ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. അതെന്തിനാ ചോദിക്കണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സിംഗിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് പ്ലേ അല്ലെങ്കിൽ പോസ് ചെയ്യുക, അതുപോലെ തന്നെ കോൾസ് വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുക. കോൾസ് കട്ട് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക. അതുപോലെ 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് സിറി അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആക്ടിവേറ്റ് ചെയ്യുക. അതൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഇയർബഡ്സ് വർക്ക് ആവുന്നില്ല, വാങ്ങിച്ചിട്ട് 1 മാസം ആയുള്ളൂ എന്ന് പറയുന്നത്. സോ 1 മാസം ഒക്കെ ആയുള്ളെങ്കിൽ അല്ലെങ്കിൽ വാറണ്ടി പീരീഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വാറണ്ടി ക്ലെയിമിംഗ് ആയിരിക്കും നല്ലത്. കാരണം നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റീപ്ലേസ് ആയിട്ട് ഫ്രീ ആയിട്ട് ലഭിക്കും. സോ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. സോ മറ്റൊരു ബ്രോ ചോദിച്ചാൽ ക്വസ്റ്റൻ ആണ്, ഈ ഇയർബഡ്സ് തുറക്കാൻ വല്ല ചാൻസും ഉണ്ടോ? അയൺ ഡസ്റ്റ് കയറി സൗണ്ട് കേൾക്കുന്നില്ല, നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പിൽ കൊണ്ടുപോയി വൃത്തിയാക്കുന്നതായിരിക്കും ബെറ്റർ. സോ നമ്മുടെ ഫൈനലായിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഈ ഒരു ബ്രോ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോണിനകത്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇയർബഡ്സ് മാത്രമേ കേൾക്കുന്നുള്ളൂ, പക്ഷേ മറ്റൊരു ഫോണിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് 2 ഇയർബഡ്സും കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഇതൊരു ഇലക്ട്രോണിക് കമ്പോണന്റിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോണോട്ട് ചില സമയത്ത് നമ്മുടെ ഇയർബഡ്സ് നമ്മുടെ ഫോണോട്ട് കണക്ട് ചെയ്യുന്ന പ്രശ്നം കൊണ്ടായിരിക്കും, ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയുടെ ഇഷ്യൂ ആയിരിക്കും. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് ബ്ലൂടൂത്ത് സെറ്റിംഗിൽ പോയിട്ട് ജസ്റ്റ് റീസെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ നോക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഇയർബഡ്സ് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. സോ അതായിരിക്കും ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു കണക്ടിവിറ്റി വേ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ബോട്ട് Airdops 131 Q&A വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അതുപോലെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിന് മേച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.